അപ്പോൾ SRK ഇതാണ് നമ്മുടെ റോളക്സിന്റെ കഥ. ഇതിപ്പോ ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ? അതെ സാർ, പക്ഷെ ഞാൻ ഇതിന്റെ ഒരു സ്റ്റാൻഡ് അലോൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പടം എന്നത്തേക്ക് സെറ്റ് ആകും? അതൊന്നും എനിക്കറിയത്തില്ല. ഡെയിലി ഒരു സ്റ്റാൻഡ് അലോൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വരും. ഓക്കെ, പക്ഷെ ഇതിൽ എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താണ് സാർ? ഈ റോളക്സ് എന്നുള്ള പേര് മാറ്റാവോ? ഒരു പഞ്ചില്ല. പഞ്ചില്ലേ? അങ്ങനാണെങ്കിൽ സാർ ഒരു പേര് സജസ്റ്റ് ചെയ്യും. അത് രാജ് അല്ലെങ്കിൽ രാഹുൽ, എങ്ങനെയുണ്ട്? സൂപ്പർ സാർ. പക്ഷേ ഈ പടത്തി വേണ്ട സാർ, വേറെ ഏതെങ്കിലും പടത്തി ഫ്രഷ് ആയിട്ടും കിട്ടും. ഓ, പിന്നെ ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഒരു ഡ്രഗ് കാർട്ടൽ കിങ് ആയിട്ടാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ? മറ്റേ പാൻ മസാലയുടെ ആഡിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തോ? ഇല്ല, അതിന് ഒരു 2 വർഷം കൂടെ. ഇതൊന്നും പിന്നെ കുട്ടികളെ വഴിതെറ്റിക്കത്തില്ലല്ലോ. ഇതൊരു സിനിമയിലെ ക്യാരക്ടർ അല്ലേ സാർ, സാരമില്ല. ക്ലൈമാക്സിൽ ഞാനൊരു 10 മിനിറ്റ് ഉള്ളെന്നല്ലേ താൻ പറഞ്ഞത്? അപ്പൊ എന്റെ എൻട്രിക്ക് മാർഷലിന്റെ സ്പീക്കർ തോളത്ത് വെച്ചുകൊണ്ട് വരുന്നതിന് പകരം ഒരു കിടുക്കാച്ചി ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. എന്താടി സാർ? ബോളിവുഡിലെ എല്ലാ ആക്ടേഴ്സിനും വിളിച്ച് ഒരു ഡാൻസ് അങ്ങ് സെറ്റ് ചെയ്യിപ്പിച്ചാലോ? അത് കൊള്ളാം. പക്ഷെ നമുക്കിത് ഓഡിയോ ലോഞ്ചിന് സെറ്റാക്കാം, പടത്തി വേണ്ട. അങ്ങനെയാണെങ്കിലേ എന്നെ രക്ഷിക്കാൻ നമ്മുടെ സല്ലൂബായുടെ ഒരു കിടിലൻ ക്യാമിയോ അങ്ങ് സെറ്റ് ചെയ്താലോ? അങ്ങനെയാണ് തിയേറ്റർ ഇളകി മറിയും. എൻ്റെ പൊന്ന സാർക്ക്, സാറ് തന്നെ ആകെ 10 മിനിറ്റേ ഉള്ളൂ, അപ്പോഴാണ് സാറിനെ രക്ഷിക്കാൻ വേറൊരു കമ്മിയോ. പിന്നെ എൻ്റെ ഐക്കോണിക് പോസ് എവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഏത് പോസാണ് സാർ? ബെസ്റ്റ്. ഇതറിയാതാണോ ഡയറക്റ്റാ വന്നേക്കുന്നേ? ദേ ഈ ഐറ്റം. ഈ പോസൊന്നും ഈ പടത്തിലില്ല സാർ. സാറിന് പിന്നെ നിർബന്ധമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് അലോണി ഈ പോസ് കുത്തിക്കയറ്റാം. അപ്പൊ ഇതിലൊന്നും നടപ്പില്ല. എന്നാ പിന്നെ നമുക്ക് ആദ്യം ആ പടം അങ്ങ് ചെയ്താലോ? അയ്യോ, അത് പറ്റില്ല സാർ. എനിക്ക് വേറെ കുറേ പടങ്ങൾ ചെയ്യാനുണ്ട്. കമൽ സാറിൻ്റെ പടം ചെയ്യാനുണ്ട്, രജനി സാറിൻ്റെ പടം ചെയ്യാനുണ്ട്, ആമീർ സാറിൻ്റെ പടം ചെയ്യാനുണ്ട്, വിജയ് സാറിൻ്റെ പടം ചെയ്യാനുണ്ട്, അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്യാനുണ്ട്. ഇതിന്റെ എല്ലാം കഥ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ മറന്നാലും കുഴപ്പമില്ല. മറന്നു പോവാണെങ്കിൽ ഞാൻ പ്രത്യേകം വിളിച്ചു ചോദിക്കും. അതെന്താ? ഞാൻ എൻ്റെ എല്ലാ കഥകളും പുള്ളിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ സാർ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അല്ല, ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുക, ബോളിവുഡിലെ എല്ലാരും കൂടെ ഉള്ളൊരു പാട്ട് അവിടെ ആരാ? അത് ആരാ? ആറ്റ്ലിയാണോ? അവിടെ ആരും ഇല്ലല്ലോ. പോയാ? ഏതായാലും പാട്ട് 10-2 കുത്തിക്കേറ്റാ. അപ്പൊ സല്ലുഭായി, ഇതാണ് കാന്താര. ഇതോ? അതെ സാർ, സാറിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണിത്. പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് എന്തിനാണ്? ബോഡി കാഴ്ചവെക്കുന്നതിലല്ലേ കാര്യം. അതും പറ്റും സാർ. ഇതിൽ മിക്ക സീനിലും സാറിന് ഷർട്ട് കാണില്ല. വെരി ഗുഡ്. എനിക്ക് VFX ടീമുമായി ഒരു മീറ്റിംഗ് വേണം. ഓൾറെഡി ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ടൈഗറിന്റെ സീനും ആ കുട്ടിത്തേവാന്റെ സീനൊക്കെ ഒറിജിനലെ വെല്ലുന്ന രീതി നമുക്ക് ചെയ്യണം. അത് ഇയാൾ എന്നെ വേണേലും കാണിക്കേ. എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞത് അതിനല്ല. പിന്നെ ഷർട്ട് ഊരുന്ന സീനുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ എനിക്ക് 6 പാക്ക് സെറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ വേണ്ട, ഇതിനകത്തൊരു 8 പാക്ക് തന്നെ സെറ്റ് ചെയ്തേക്കാം. പിന്നെ ഒരു മെയിൻ കാര്യം, ഈ കൈ കിടക്കുന്ന ഈ സാധനത്തിന്റെ ഒരു സ്ലോമോ ഷോട്ട് വേണം. അത് ഇൻട്രോ സീനിൽ. അയ്യോ, അതൊന്നും പറ്റില്ല സാർ. ഇതൊരു പഴയ കാലത്ത് നടക്കുന്ന കഥയല്ലേ. അപ്പൊ എളുപ്പമായല്ലോ. ഇതിന്റെ ഒരു സ്വർണം സെറ്റ് ചെയ്യാം. പണ്ട് കാലത്തുള്ളവർ കൂടുതലും സ്വർണ്ണമാണല്ലോ ഇടുന്നത്. അതെ അതെ. പിന്നെ സാർ, ഇതിൽ ഒരുപാട് നൈറ്റ് സീനുകളുണ്ട്. അതിപ്പോ പറഞ്ഞത് നന്നായി. എനിക്ക് നൈറ്റ് വരാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ, അപ്പോ ആ സീനൊക്കെ എങ്ങനെയും സാർ? ഇയാളിത് ഏത് കാലത്താ മോനെ? ഇപ്പൊ ഈ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഞാനൊരു 10 മീറ്റർ വാങ്ങിച്ചു തരാം. പിന്നെ ഷൂട്ടിങ്ങിന് എനിക്ക് തോന്നുന്ന സമയത്തേ എനിക്ക് വരാൻ പറ്റൂ. ഓക്കെ സാർ, അപ്പൊ ഞാനത് അങ്ങനെ പ്ലാൻ ചെയ്യാം. പിന്നെ ഒരു ഡൗട്ട്, ഇത് ഞാനാണോ കടുവയാണോ ഹീറോ? എന്ത് ചോദ്യം സാർ? സാറ് തന്നെ. എന്നിട്ടാണോ ഒരു കടുവ വരുന്ന സീനില് ഇത്രയും ബിൽഡപ്പും കുറെ മാസ് BGM-ഉം? അതൊന്നും വേണ്ട കേട്ടോ. അല്ല സാർ, അതൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ആണോ? അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ സാർ. പിന്നെ ആ ഗുളികന്റെ സീനൊക്കെ ചെയ്യാൻ സാറ് ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഓക്കെയാണ്. ഞാൻ ദിവസം കഴിക്കുന്നതല്ലേ. ഇതൊക്കെ ഒരു കാര്യമാണോ? എന്ത്? ഗുളികയുടെ കാര്യമല്ലേ? അതല്ല സാർ, ആ ഗുളികൻ അത് ചെയ്യാൻ സാറിന് എന്തെങ്കിലും ട്രെയിനിങ്ങോ? എനിക്കോ? സോറി സാർ, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാറിനോട് ഞാൻ ട്രെയിനിങ് വേണോന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. അതല്ല, ഈ സീനൊക്കെ നമ്മൾ VFX-ലല്ലേ ചെയ്യുന്നത്. പിന്നെ ട്രെയിനിങ് എനിക്ക് വേണമെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? താൻ വേണമെങ്കിൽ ട്രെയിനിങ് VFX ടീമിന് വേണമെന്ന് പോയി ചോദിക്കും. ഹലോ, കിട്ടിയോ? വിടരുത് അയാളെ. ഞാനിപ്പോൾ വരാം. ഓക്കെ, താൻ പോയി ഈ പടത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്ത് പറ്റി സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, മറ്റേ തുപ്പാക്കി മുരുകദാസ് ഇല്ലേ, അയാൾ ഒരു ഇന്റർവ്യൂ കയറിയിരുന്നത് ഞാൻ സമയത്തിന് വരാത്തോണ്ടാണ് എന്റെ സിക്കന്ദർ പൊട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ, ഞാനിങ്ങനെ അത് കേട്ടായിരുന്നു. അയാളിപ്പോ തമിഴിൽ ഒരു പടം ചെയ്തായിരുന്നു. അതിലെ നായക സമയത്തിന് വന്ന് അഭിനയിച്ചായിരുന്നു. അപ്പൊ ആ പടം സൂപ്പർ ഹിറ്റ് ആയെന്നൊന്ന് ചോദിക്കണം. ആ സന്തോഷത്തിലൊന്ന് പങ്കുചേരണം. അല്ല സാർ, അപ്പൊ നമ്മുടെ പടം അത് സെറ്റ്. VFX ടീമിനെ റെഡിയാക്കിക്കോ. കാന്താരക്ക ബൈജാൻ ലോഡിംഗ് സൂൺ.